നമസ്കാരം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇറാൻ അമേരിക്ക യുദ്ധ സാഹചര്യത്തിൽ അതീവ നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകം ഭീതിയോടെ കണ്ടുകൊണ്ടിരുന്ന ആ വലിയ യുദ്ധം ഒരുപക്ഷെ ഒഴിവായേക്കാം എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധം 5 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ ട്രംപ് ഉത്തരവിട്ട് കഴിഞ്ഞു. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം? നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ 48 മണിക്കൂറായി അമേരിക്കയും ഇറാനും തമ്മിൽ അതിശക്തമായ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചകൾ അതീവ ക്രിയാത്മകമായിരുന്നു എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുതയ്ക്ക് ഒരു പൂർണ്ണ പരിഹാരം കാണുന്നതിനായി കഴിഞ്ഞ 2 ദിവസമായി നടന്ന ചർച്ചകൾ വളരെ ഗുണകരമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറാനിലെ ഊർജ നിലയങ്ങൾക്കും പവർ പ്ലാന്റുകൾക്കും നേരെയുള്ള എല്ലാ സൈനിക നീക്കങ്ങളും 5 ദിവസത്തേക്ക് മാറ്റിവെക്കാൻ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ട്രംപിന്റെ ഈ പ്രഖ്യാപനം ലോക വിപണിയെയും എണ്ണവിലയെയും വലിയ രീതിയിൽ സ്വാധീനിക്കും എന്നതിൽ സംശയമില്ല. ഫെബ്രുവരി 28 ആരംഭിച്ച ഈ പോരാട്ടം ഇതിനോടകം തന്നെ 2000-ലധികം ജീവനുകൾ കവർന്നു കഴിഞ്ഞു. ഇറാനിലെ പ്രധാന നഗരമായ തബ്രീസിലും മറ്റും ഉണ്ടായ വ്യോമാക്രമണങ്ങൾ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ഇതിന് മറുപടിയായി ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ഇസ്രയേലിലെയും UAE-യിലെയും പ്രതിരോധ കവചങ്ങൾ ഭേദിക്കാൻ ശ്രമിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ ഭീഷണി ലോകത്തെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയിലായിരുന്നു എല്ലാവരും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആശ്വാസമാണ്. ഏകദേശം 1 കോടിയോളം ഇന്ത്യക്കാർ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണത്തെയും ബാധിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ആശങ്ക ലോക്സഭയിൽ അറിയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപിന്റെ ഈ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം വരുന്നത്. 5 ദിവസത്തെ ഈ സമയം ഒരുപക്ഷെ ഈ യുദ്ധത്തിന്റെ വിധി തന്നെ മാറ്റിയേക്കാം. നിലവിൽ നടക്കുന്ന ചർച്ചകൾ വിജയകരമായാൽ ഒരു വലിയ യുദ്ധത്തിൽ നിന്നും ലോകം രക്ഷപ്പെടും. എന്നാൽ 5 ദിവസത്തിന് ശേഷം ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന സൂചനയും ട്രംപ് നൽകുന്നുണ്ട്. സമാധാനം കരുത്തിലൂടെ എന്ന തന്റെ നയം തന്നെയാണ് ട്രംപ് ഇവിടെയും പയറ്റുന്നത്. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും ഒമാൻ പോലുള്ള രാജ്യങ്ങൾ കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അതീവ പരിശ്രമം നടത്തുകയാണ്. എന്തായാലും വരും ദിവസങ്ങൾ ലോകത്തിന് നിർണായകമാണ്. ഇറാൻ ഈ അവസരം എങ്ങനെ വിനിയോഗിക്കുമെന്നും അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.